ചിക്കൻ വർക്ക് എന്ന് പറയുന്നത് തെരേസയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇഷ്ടംപോലെ കിട്ടുന്ന മെറ്റീരിയലാണ്. കാരണം പേഴ്സണൽ ഫേവറേറ്റ്സിൽ പെടുന്നതാണ് ചിക്കൻ വർക്ക്. കാരണം 365 ഡേയ്സും അത് ഇൻ ട്രെൻഡ് ആണ്. ചിക്കൻ വർക്കിന്റെ പ്രത്യേകത അതാണ്. അപ്പം ഇപ്പം ഞാൻ പ്രസന്റ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് ജോർജറ്റില് ചിക്കൻ വർക്ക് തന്നെയാണ്. മെഷീനിലാണ് അത് വന്നിരിക്കുന്നത്, പക്ഷെ ശരിക്കും ഹാൻഡ് ഡൺ ആയിട്ടാണ് നമുക്ക് തോന്നുക. അപ്പം ഇതിപ്പോൾ ശരിക്കും സൽവാറിനുള്ള ഒരു ലുക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പം സെൻറ്ററിൽ വർക്ക് വേണം, നല്ലൊരു സൽവാർ സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് കണ്ടോ. ഇപ്പം ഞാൻ മാംഗോ പിടിച്ചിരിക്കുന്നത് തിരിച്ചാണ്, നമുക്കത് മറിച്ചാണ് വേണ്ടത്. പിന്നെ അതെല്ലാം കൂടി എടുത്ത് തിരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇത് കണ്ടോ, സെൻറ്റർ ലൈൻ ഡിസൈൻസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. ഇപ്പോൾ സൽവാർ ആയിട്ടാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സെൻറ്റർ ലൈനിലായിട്ട് ഈ മാംഗോ ഡിസൈൻ കിട്ടും. ഇതിൻ്റെ എൻഡിൽ വരുന്ന പീസ് സ്ലീവ്സിലേക്ക് നമുക്ക് എൻഡ് ബോർഡേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. നല്ലൊരു പീസാണ്, ഡയബിൾ ആണ്. ഡയബിൾ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്ക് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ കളർ ഫാസ്റ്റൻ ചെയ്യാനും സോൾട്ടും ഒക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സിങ് സ്റ്റേജസ് ഡൈ ചെയ്യുമ്പോൾ നടക്കുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട സാധനമാണ് ഡൈഡ് ഫാബ്രിക്സ് വരുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് ഡൈ ചെയ്യുമ്പോൾ ഉള്ളത് നമുക്ക് ബേസ് ഷെയ്ഡ് ഡാർക്കും ത്രെഡ് ഷെയ്ഡ്സ് ലൈറ്റ് ആയിട്ട് വരും. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന സൽവാറിനാണെങ്കിലും ഇതിൻ്റെ അകത്ത് ആ ത്രെഡ്സ് കുറച്ച് ലൈറ്റർ ആയിട്ടും ബോഡി ഡാർക്ക് ആയിട്ട് വരാം. അപ്പോൾ ചിക്കൻ വർക്ക്സും ഇങ്ങനത്തെ മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ ആ ഒരു വേരിയേഷൻ, അതിപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ ആ കാര്യങ്ങൾ അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. റേഞ്ച് വരുന്നത് 770 ആണ്. നല്ല പീസാണ് നമ്മൾ തയ്ക്കാനായിട്ട്. കാരണം ഫുൾ വർക്കും ആണ്, ജോർജറ്റും കൂടെ ആയിട്ട് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നന്നായിട്ട് ഒതുങ്ങി കിടക്കും. നല്ലൊരു പീസാണ് അങ്ങനെ ചെയ്യാൻ.